ഹായ് ഗൈസ്, ഞങ്ങളൊരു യാത്ര പോകുകയാണേ. പക്ഷെ ഈ യാത്രയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇതുവരെ എവിടേക്കാ പോകുന്നത് പോലും തീരുമാനിച്ചിട്ടില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഇല്ലാത്തൊരു ട്രിപ്പാണ് കേട്ടോ. കാറിൽ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇന്നേക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, യാത്രയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി കേട്ടോ, നമുക്കത് കാറിലിരുന്ന് തീരുമാനിക്കാം എന്ന്. ആ മറുപടി കേട്ടപ്പോൾ ഞാനാകെ ഞെട്ടി. പക്ഷെ ഇപ്പോൾ അതാണ് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. കാരണം ചില യാത്രകൾ ലക്ഷ്യസ്ഥാനത്തേക്കല്ല, വഴികളിലേക്കാണ്. പക്ഷെ മിനിയൂട്ടി വരെ പോകാമെന്നൊക്കെ തീരുമാനിച്ച ഗെയ്സ്, വടക്കൻ കേരളത്തിൽ നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്ന യാത്രയിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയുണ്ട്. ഹൈലൈറ്റ് മാളിന് മുൻപുള്ള ആ ഭാഗത്തെത്തുമ്പോൾ തന്നെ കോഴിക്കോട് നമ്മളെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുന്ന പോലെ തോന്നും. ഉയർന്നു നിൽക്കുന്ന അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ, വിശാലമായി നീണ്ടുകിടക്കുന്ന നാലുവരിപ്പാത, അതിലൂടെ ഒഴുകുന്ന വാഹനങ്ങളുടെ നിര, ദൂരെയായി കാണുന്ന നഗരത്തിന്റെ ചലനങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു പ്രത്യേക അനുഭവമാണ് സമ്മാനിക്കുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്നവർക്ക് ഈ കാഴ്ച കൂടുതൽ ആസ്വദിക്കാൻ കഴിയും. യാത്രയുടെ ക്ഷീണം പോലും മാറിപ്പോകുന്ന വിധത്തിലാണ് കോഴിക്കോട് തന്റെ ഭംഗി പതിയെ തുറന്നു കാണിക്കുന്നത്. എന്തൊക്കെയാ സ്പെഷ്യൽ? എന്താ ആ വേറൊന്നുമില്ലല്ലേ? ചമ്മന്തി, ചോറ് എന്നാ കാട്ടിക്കൊണ്ട. ഞങ്ങൾ മിനിയൂട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഇനി ഇതാ ഒരു 1 കിലോമീറ്ററും കൂടി ഉള്ളൂ മിനിയൂട്ടി എത്താൻ. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പകുതി വഴിക്കിൽ നിർത്തി. ഇതെന്താ സംഭവം? എന്താ ഇതെന്തത്? വഴുതനത്തോരൻ. വഴുതനത്തോരനും ഓംപ്ലേറ്റും അല്ലേ? പപ്പടം ഉണ്ടല്ലേ? ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മലപ്പുറത്തിന്റെ സ്വന്തം മിനിയൂട്ടിയാണ് കേട്ടോ. പേരുപോലെ തന്നെ ഊട്ടിയുടെ ചെറിയൊരു അനുഭവം ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്ന മനോഹരമായ സ്ഥലമാണിത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു സമയം പ്രകൃതിയോടൊപ്പം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ചൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ഇവിടെ എത്തിയ കുടുംബാംഗങ്ങൾക്ക് മറ്റൊരു പ്രധാന ആകർഷണം കിഡ്സ് പാർക്കാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനും സമയം ചെലവഴിക്കാനും കഴിയുന്ന നിരവധി സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഊഞ്ഞാലുകളും കളി ഉപകരണങ്ങളും നിറഞ്ഞ ഈ പാർക്കിൽ കുട്ടികൾ സന്തോഷത്തോടെ ഓടി നടക്കുമ്പോൾ രക്ഷിതാക്കൾക്കും ആശ്വാസത്തോടെ സമയം ആസ്വദിക്കാൻ കഴിയും എന്നതാണ്. ഇന്ന് മൊബൈൽ ഫോണുകളുടെയും ടിവിയിലൂടെയും കൂടുതൽ സമയം ചെലവഴിക്കുന്ന കുട്ടികൾക്ക് പ്രകൃതിയുടെ മടിയിൽ ഓടിച്ചാടി കളിക്കാനുള്ള ഒരു മികച്ച ഇടം കൂടിയാണ് കേട്ടോ ഈ പാർക്ക്. പ്രകൃതിയുടെ ഭംഗിയും കുഞ്ഞുങ്ങളുടെ കളിച്ചിരിയും ഒരേ സ്ഥലത്ത് ആസ്വദിക്കണമെങ്കിൽ മലപ്പുറത്തിൻ്റെ മിനിയൂട്ടിയിലും കിഡ്സ് പാർക്കും തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ്. മലപ്പുറത്തിൻ്റെ ഈ മനോഹരമായ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത യാത്ര വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.